empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രശില്ല പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ശൂനേം എന്ന സ്ഥലത്തു നിന്നുള്ള ആ സ്ത്രീയെക്കുറിച്ചായിരുന്നു. എലീശ പ്രവാചകനുമായി ബന്ധപ്പെട്ട് ശൂനേംകാരി സ്ത്രീയിലൂടെ കർത്താവ് നമ്മളോട് ചില ആത്മീയ മർമ്മങ്ങൾ പറഞ്ഞു തരികയായിരുന്നു. തൻ്റെ ജീവിതത്തിൽ നേരിട്ടേക്കാവുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് മുൻപിൽ നിന്നപ്പോൾ അവൾ കാണിച്ച വിശ്വാസം, കർത്താവിൻ്റെ ശക്തിയിലുള്ള അവളുടെ ആശ്രയത്വം, അവളുടെ നന്ദി നിറഞ്ഞ ഹൃദയം, ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു. സങ്കീർത്തകനായ ദാവീദ് 121-ാം സങ്കീർത്തനം അവിടെ 1-2 തിരുവാക്യങ്ങളിൽ ഇപ്രകാരം ഏറ്റുപറയുന്നുണ്ട്: പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്നു വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്നു വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. രാജാവായിരുന്ന, ശക്തി പ്രതാപങ്ങൾ ഉണ്ടായിരുന്ന ദാവീദാണ് ഏറ്റുപറയുന്നത്: ഞാൻ സഹായത്തിനായി പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുകയാണ്. എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് സഹായം വരുന്നത് കർത്താവിൽ നിന്നാണെന്ന്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച, സർവ സൃഷ്ടികളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കർത്താവിലാണ് തൻ്റെ ശക്തി എന്ന്, തൻ്റെ സഹായം എന്ന് ദാവീദ് രാജാവ് ഏറ്റുപറയുകയാണ്. ശൂനേംകാരി സ്ത്രീയും ഇത് തന്നെയല്ലേ നമുക്ക് കാണിച്ചു തന്നത്? എന്തൊക്കെ ഉണ്ടെങ്കിലും, ഏതൊക്കെ ശക്തി ഉള്ളവരാണെങ്കിലും സഹായം എപ്പോഴും വരുന്നത് കർത്താവിൽ നിന്നാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്തുമായിക്കൊള്ളട്ടെ, എപ്പോഴും നമ്മളെ കാക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ നോക്കിയിരിക്കുന്ന നമ്മുടെ കർത്താവിലാണ് നാം ആശ്രയിക്കേണ്ടത്. അവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുന്നത്. ആ കർത്താവിനെ നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. സഹായം നൽകുന്ന, നമ്മെ കരുതുന്ന, നമ്മെ പോറ്റുന്ന നമ്മുടെ കർത്താവിനെ നമുക്കൊന്ന് ചേർന്ന് പാടി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കരുതുന്നവൻ, നിന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകില്ല, നിന്റെ പരിപാലകൻ ഉറങ്ങുകില്ല. കർത്തനായവൻ ഞാൻ കരുതുന്നവൻ, നിന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകില്ല, നിന്റെ പരിപാലകൻ ഉറങ്ങുകില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ ഞാൻ, മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്, കൈവിടുകില്ല, വാക്കുമാറുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ ഞാൻ, മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്, കൈവിടുകില്ല, വാക്കുമാറുകയില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങളെ എപ്പോഴും കരുതുന്ന, ഞങ്ങളെപ്പോഴും നോക്കിയിരിക്കുന്ന, കാത്തു പരിപാലിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ പരിപാലകൻ ഉറങ്ങുകയില്ല, ഉറക്കം തൂങ്ങുകയില്ല, മയങ്ങുകയില്ല. എപ്പോഴും ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടയവർ കൈവിട്ടാലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകില്ല. പെറ്റതള്ള നിന്നെ മറന്നിടിലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല. ഉറ്റവരുടയവർ കൈവിട്ടാലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകില്ല. പെറ്റതള്ള നിന്നെ മറന്നിടിലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ ഞാൻ, മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്, കൈവിടുകില്ല, വാക്കുമാറുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ ഞാൻ, മയങ്ങുകില്ല, ഉറങ്ങുകില്ല.
ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഏറ്റു പറയുന്നു, അങ്ങാണ് ഞങ്ങളുടെ പരിപാലകൻ, അങ്ങാണ് ഞങ്ങളുടെ സഹായം, അങ്ങാണ് ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന സ്നേഹമുള്ള പിതാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ മാതാവേ, ഞങ്ങൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴും കർത്താവിൻ്റെ കരുതലിൽ വിശ്വസിച്ച് അതിൽ ആശ്രയിച്ച് ഞങ്ങളെ ജീവിച്ച് കാണിച്ചു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു കൃപ ഞങ്ങൾക്ക് ലഭിക്കുവാൻ, ലോകത്തിൽ മറ്റൊന്നിലും സഹായം പ്രതീക്ഷിക്കാതെ എപ്പോഴും കർത്താവിലേക്ക് നോക്കുവാനുള്ള കൃപ അത് ഞങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് അമ്മയെ പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുകുടുംബത്തിൻ്റെ പാലക, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് തിരുകുടുംബത്തെ പരിപാലിച്ച് കൊണ്ടു നടന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവേ, ആ ഒരു കൃപ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കുവാൻ യോസേപ്പ് പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ശൂന്യംകാരിയോടൊപ്പം അവളുടെ ജീവിതത്തിലൂടെ യാത്ര ചെയ്തു വരികയായിരുന്നു. നമുക്കറിയാം, കർത്താവിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ച് ദൈവപുരുഷന് വലിയ സഹായമായി തീർന്ന അവളും അവളുടെ കുടുംബവും പിന്നീട് കർത്താവിൽ നിന്നും ആ ഒരു പ്രവചനത്തെ അവർ പ്രാപിക്കുകയായിരുന്നു. തുടർന്ന് അവളുടെ ജീവിതത്തിൽ കടന്നു വന്ന വലിയ പ്രതിസന്ധി, അവളുടെ കുഞ്ഞ് മരിച്ചു പോവുകയാണ്. അതിനെ തുടർന്ന് അവളുടെ ജീവിതത്തിൽ അവൾ പ്രകടിപ്പിച്ച അവളുടെ വിശ്വാസദാർഢ്യം, അവളുടെ ആ സ്വഭാവത്തിലെ സവിശേഷതകൾ, ഇതെല്ലാം നമ്മൾ പഠിച്ചു വരികയായിരുന്നു. അങ്ങനെ എലീശ പ്രവാചകനിലൂടെ കർത്താവ് ആ കുഞ്ഞിന് വീണ്ടും ജീവൻ നൽകുകയാണ്. വീണ്ടും ആ ഭവനം കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് നമ്മൾ ശൂന്യംകാരി സ്ത്രീയെ കാണുന്നത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 8-ാം അധ്യായത്തിലാണ്. അവിടെ 1-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. താൻ പുനർജീവിപ്പിച്ച കുട്ടിയുടെ അമ്മയോട് എലീശ പറഞ്ഞിരുന്നു, നീയും കുടുംബവും വീട് വിട്ട് കുറച്ചുകാലം എവിടെയെങ്കിലും പോയി താമസിക്കുക. കർത്താവ് ഈ നാട്ടിൽ ക്ഷാമം വരുത്തും, അത് 7 വർഷം നീണ്ടു നിൽക്കും. ഇവിടെ വീണ്ടും കർത്താവ് ശൂന്യംകാരി സ്ത്രീയുടെ ഭവനത്തോട് കാണിക്കുന്ന വലിയ ഒരു സഹായത്തെ, കർത്താവിൻ്റെ ഒരു കരുതലിൻ്റെ കരത്തെ നമ്മൾ ഇവിടെ കാണുന്നത്. എലീശ പ്രവാചകനിലൂടെ വരാൻ പോകുന്ന ക്ഷാമത്തെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് ലഭിക്കുകയാണ്. എലീശ പ്രവാചകൻ എന്താ പറയുന്നത്? അവളോടും അവളുടെ കുടുംബത്തോടും ഒന്നിച്ച് ആ നാട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറയുകയാണ്. സമയവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, 7 വർഷക്കാലം എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് കണ്ടതാണ്, ഈ ശൂന്യംകാരി സ്ത്രീ അവരുടെ ആ നാട്ടിൽ വളരെ വെൽ സെറ്റിൽഡ് ആയിരുന്നു. അവളൊരു ധനികയായിരുന്നു. നാട്ടിൽ നല്ല പേരുള്ള പ്രശസ്തിയുള്ള ഒരു കുടുംബത്തിൽ അവരായിരിക്കുകയാണ്. എല്ലാ രീതിയിലും അവരവിടെ സേഫ് ആയിരുന്നു. എന്നാൽ എലീശ പ്രവാചകൻ അവളോട് എന്താ പറയുന്നേ? അതെല്ലാം ഉപേക്ഷിച്ച് അവളോട് മറ്റൊരു നാട്ടിലേക്ക് പോകാനായി പറയുകയാണ്. തുടർന്ന് അവൾ എന്താ ചെയ്തത്? 2-ാം തിരുവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവൾ ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു. അവളും കുടുംബവും ഫിലിസ്ത്യരുടെ നാട്ടിൽ പോയി 7 കൊല്ലം താമസിച്ചു. എന്താ സഹോദരങ്ങളെ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്? എലീശ പ്രവാചകന്റെ വാക്കുകളെ കർത്താവിൻ്റെ അരുളപ്പാടായി അവൾ സ്വീകരിക്കുകയായിരുന്നു. തനിക്ക് മുന്നിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളിലേക്കല്ല അവൾ നോക്കിയത്. കർത്താവ് തന്നോടൊരു കാര്യം പറഞ്ഞാൽ അതിൽ കാര്യമുണ്ടെന്ന് അവൾ വിശ്വസിക്കുകയാണ്. അതിൽ പൂർണ്ണമായിട്ടും അനുസരിക്കാൻ അവൾ തയ്യാറാവുകയാണ്. എലീശ പ്രവാചകൻ തന്നോടും തൻ്റെ കുടുംബത്തോടും ആവശ്യപ്പെട്ട, നിർദ്ദേശിച്ച ആ കാര്യത്തെ അവൾ അനുസരിക്കുകയാണ്. വലിയ വില തന്നെ അവൾ തീർച്ചയായിട്ടും കൊടുക്കേണ്ടി വരുന്നുണ്ട്. എന്നിട്ട് 7 വർഷക്കാലം അവർ ഫിലിസ്ത്യരുടെ നാട്ടിൽ പോയി താമസിക്കുകയാണ്. ചെല്ലുന്ന ആ ദേശം അവരോട് ഒട്ടും ഫ്രണ്ട്ലി അല്ലാത്ത ശത്രുദേശത്തേക്കാണ് അവർ കടന്നു ചെല്ലുന്നത്. അവിടെ 7 വർഷക്കാലം കർത്താവിൻ്റെ ഒരേ ഒരു നിർദ്ദേശപ്രകാരം അവിടെ ആയിരിക്കുകയാണ്.
എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ശൂനേംകാരി സ്ത്രീയുടെ ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത്. ആ ഒരു വ്യക്തിയെ നമ്മൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിക്കേ. അവരുടെ ജീവിതത്തിലേക്ക് ഒന്നിന് പിറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നില്ല. എന്നാൽ ആ പ്രശ്നത്തെ വളരെ വിദഗ്ധമായിട്ട് അവൾ കൈകാര്യം ചെയ്യുന്നത്. അവൾ വളരെ തൃപ്തികരമായിട്ടാണ് ജീവിച്ചു പോകുന്നത്. പ്രശ്നത്തിലേക്ക് നോക്കുന്നവളായിരുന്നില്ല ഈ ശൂനേംകാരി സ്ത്രീ. ആ പ്രശ്നത്തെ പ്രതി എല്ലാവരോടും പരാതി പറയുന്ന, സഹായം ചോദിക്കുന്ന ഒരുവളായിരുന്നില്ല ശൂനേംകാരി സ്ത്രീ. എലീശ പ്രവാചകൻ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തതനുസരിച്ചാണ് അവളുടെ ആ വിഷമത്തെ തിരിച്ചറിയുന്നത്. ആ ഒരു പ്രശ്നത്തെ, ആ ഒരു വിഷമത്തെ മാറ്റി അധികം കഴിയുന്നതിന് മുൻപ് തന്നെ അടുത്ത പ്രശ്നം അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അവൾക്ക് കർത്താവ് ദാനമായി കൊടുത്ത കുഞ്ഞ് മരിച്ചു പോവുകയാണ്. ഈ പ്രതിസന്ധിക്ക് മുന്നിലും അവൾ തളരുന്നില്ല. വളരെ സ്ട്രോങ് ആയിട്ട് അതിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ പോലും കർത്താവിനെ അവൾ ചോദ്യം ചെയ്യുന്നില്ല. അവൾ അവളുടെ വിശ്വാസത്തിൽ അടിപതറി പോകുന്നില്ല. മറ്റാരുടെയും അടുക്കൽ അവൾ സഹായം ചോദിക്കുന്നില്ല. കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട്, കർത്താവിനോട് മാത്രം സഹായം ചോദിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് പോയതായി നമ്മൾ കണ്ടു. അതിനുശേഷം അതിൽ നിന്ന് അവർ കരകയറി വരികയാണ്. വീണ്ടും അടുത്ത പ്രശ്നം അവരുടെ കുടുംബത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെ വലിയൊരു ക്ഷാമം ഉണ്ടാകാൻ പോവുകയാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്, വലിയ പ്രശ്നത്തിലേക്ക് അവർ കടന്നു പോകാൻ പോവുകയാണ്. ഇത് വരുമ്പോഴും അവൾ അവിടെ പിറുപിറുക്കുന്നതായി നമ്മൾ കാണുന്നില്ല. പ്രശ്നങ്ങൾ എന്നെ വിട്ടൊഴിയുന്നില്ലല്ലോ എന്നല്ല അവൾ പറയുന്നത്. അതിനപ്പുറത്ത് കർത്താവ് കൊടുത്ത പ്രതിവിധിയിലേക്ക് അവൾ നോക്കുന്നത്. ആ പ്രതിവിധിയെ പരിപൂർണമായിട്ടും അനുസരിക്കാൻ അവൾ തയ്യാറാവുകയാണ്. ആ പ്രതിവിധിയിലൂടെ വരുന്ന പരിണിത ഫലങ്ങളെ അവൾ ശ്രദ്ധിക്കുന്നേയില്ല. കർത്താവാണ് തന്നെ പറഞ്ഞയക്കുന്നത്. അവിടെ കർത്താവ് കരുതും എന്നത് അവൾക്ക് ഉറപ്പായിരുന്നു. ആ കർത്താവിൻ്റെ കരുതലിലേക്കാണ് അവൾ വീണ്ടും നോക്കുന്നത്. ഒരിക്കലും പ്രശ്നത്തിലേക്ക് നോക്കുന്നവളായി ഈ ശൂനേംകാരി സ്ത്രീയെ നമ്മൾ കാണുന്നില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാം. ഒന്നിന് പിറകെ ഒന്നായി പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ റിയാക്ഷൻ എന്തായിരിക്കും? നാം എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? നമ്മുടെ ആത്മീയ അവസ്ഥ എന്തായിരിക്കും? എത്രമാത്രം വലിയ പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, നമ്മൾ കർത്താവിനെതിരെ തിരിയുന്നുണ്ടോ? ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാറി നിൽക്കില്ല എന്ന് പല വചനങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. കർത്താവ് അത് അനുവദിക്കുക തന്നെ ചെയ്യും. തൻ്റെ സാരൂപ്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാനായിട്ട് കർത്താവ് അനുവദിക്കുക തന്നെ ചെയ്യും. നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകും, പരീക്ഷകൾ ഉണ്ടാകും. എന്നാൽ ഇതിലൊക്കെ നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? അത് കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. ഇവിടെ ഇതുപോലെ ഒത്തിരിയേറെ വിശ്വാസ വീരരെ എന്തിനാ കർത്താവ് നമുക്ക് മുൻപിൽ ആക്കി തരുന്നത്? അവരുടെ മാതൃക നമ്മൾ അനുകരിക്കാനായിട്ടാണ്. അതിൽ നിന്ന് നമ്മൾ പഠിക്കാനായിട്ടാണ്. ഈ ശൂനേംകാരി സ്ത്രീ എത്രമാത്രം കാര്യങ്ങളാണ് നമുക്ക് കാണിച്ചു തന്നത്. അവളുടെ ജീവിതത്തിൽ വന്ന ഓരോ പ്രശ്നത്തെയും അവൾ നേരിട്ട രീതി, അതിനോടുള്ള അവളുടെ ആ ഒരു സമീപനം, അത് തീർച്ചയായിട്ടും നമുക്കൊരു പാഠമാകേണ്ടതാണ്. ഇവിടെ അവൾ കർത്താവിൻ്റെ വാക്കനുസരിച്ച്, പ്രവാചകന്റെ അരുളപ്പാടനുസരിച്ച് അവിടെ ഫിലിസ്തീൻ ദേശത്ത് പോയി 7 വർഷം അവൾ മാറി താമസിക്കുകയാണ്. തുടർന്ന് എന്താ ഉണ്ടായത്? നമുക്ക് 3-ാം തിരുവാക്യത്തിലേക്ക് കടന്നു വരാം. അതിനുശേഷം അവൾ മടങ്ങി വന്ന് രാജാവിനോട് തന്റെ വീടും ഭൂമിയും തിരികെ തരണമെന്ന് അപേക്ഷിച്ചു. 7 വർഷങ്ങൾ കഴിഞ്ഞു. അവളുടെ വീടും ഭവനവും അതുമായി ബന്ധപ്പെട്ട സ്ഥലവും എല്ലാം രാജാവിൻ്റെ കീഴിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. 7 വർഷക്കാലം കഴിഞ്ഞ് കർത്താവ് പറഞ്ഞതനുസരിച്ച് എലീശ പ്രവാചകൻ പറഞ്ഞിരുന്നു 7 വർഷത്തേക്ക് മാറി താമസിക്കാൻ. കൃത്യം അതനുസരിച്ച് തന്നെ 7 വർഷം കഴിഞ്ഞ് അവൾ തിരികെ വരികയാണ്. തിരികെ വന്ന് രാജാവിനോട് അവൾ ചോദിക്കുകയാണ് തൻ്റെ വീടും ഭവനവും ആ സ്ഥലവും എല്ലാം തനിക്ക് തിരിച്ചു തരണമെന്ന്. തുടർന്ന് 6-ാം തിരുവാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. രാജാവ് ചോദിച്ചപ്പോൾ അവൾ വിവരം പറഞ്ഞു. അവളുടെ വസ്തുവകകളും നാട് വിട്ടപ്പോൾ മുതൽ ഇന്നുവരെയുള്ള അവളുടെ ആദായവും അവൾക്ക് തിരികെ കൊടുക്കാൻ രാജാവ് ഒരു സേവകനെ നിയോഗിച്ചു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഡയറക്ഷനിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ
ബാക്കിയുള്ള കാലം അത് കർത്താവ് തന്നെ നമ്മെ കൊണ്ടുപോയിക്കൊള്ളും. ഇവിടെ രാജാവ് എന്തൊക്കെയാ ചെയ്തു കൊടുക്കുന്നത്? എലീശ പ്രവാചകന്റെ വാക്ക് കേട്ട് അവൾ പോയി 7 വർഷം കഴിഞ്ഞു. ആ സ്ഥലം അവൾക്ക് തിരികെ കിട്ടേണ്ട ഒരു ആവശ്യകതയുമില്ല. രാജാവിന്റെ നിയമം അതിനെ അനുകൂലിക്കുന്നില്ല. എന്നാൽ കർത്താവ് തൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ അവൾ രാജാവിനോട് പറയുകയാണ്. നമ്മൾ 6-ാം തിരുവാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് എന്താ വായിച്ചത്? രാജാവ് ചോദിച്ചപ്പോൾ അവൾ വിവരം പറഞ്ഞു. അവൾ വിവരങ്ങളെല്ലാം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സകല കാര്യങ്ങളും രാജാവിനോട് അവൾ പറയുകയാണ്. അത് രാജാവാണെന്നോ തൻ്റെ അധികാരിയാണെന്നുള്ള ഒരു ഭാവഭേദവും കൂടാതെ തൻ്റെ ജീവിതത്തിൽ കർത്താവ് തൻ്റെ ആ ശുശ്രൂഷകനിലൂടെ, പ്രവാചകനിലൂടെ തൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെല്ലാം രാജാവിനോട് പറഞ്ഞു കേൾപ്പിക്കുകയാ. അത് കേട്ട രാജാവ് തുടർന്ന് അവൾക്ക് ആവശ്യമായതെല്ലാം കൂട്ടിക്കൊടുക്കുകയാണ്. അവളിൽ നിന്ന് പിടിച്ചെടുത്തിരുന്ന സ്ഥലങ്ങളെല്ലാം അതിൻ്റെ ആ കാലത്തുള്ള അതിൻ്റെ ആദായ ഫലങ്ങളോട് കൂടി അവൾക്ക് തിരികെ ഏൽപ്പിക്കുകയാണ്. അതെല്ലാം ഒരു സേവകനെ ഏൽപ്പിച്ച് അവൾക്ക് കൃത്യമായിട്ട് അവൾക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ രാജാവ് അവിടെ ചെയ്തു തീർക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ശൂനേംകാരി സ്ത്രീ കർത്താവിൻ്റെ വാക്ക് കണ്ണുമടച്ച് വിശ്വസിച്ച് അനുസരിച്ചു. തുടർന്ന് അവളുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു ഗുണം, അതിൻ്റെ ഒരു ഫലം, പിന്നീട് ആ അനുസരണത്തിൻ്റെ റിസൾട്ട് എന്തായിട്ടാണ് കടന്നു വരുന്നത്? വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് അത് വരുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നിൽക്കാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം നമ്മുടെ മേലുണ്ടാകുമെന്ന് ശൂനേംകാരി സ്ത്രീയിലൂടെ കർത്താവ് നമുക്ക് കാണിച്ചു തരികയാണ്. ഇത് തന്നെയല്ലേ പൂർവ്വപിതാവായ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്? അബ്രാഹത്തോട് എല്ലാം വിട്ട് ഇറങ്ങിപ്പോരാൻ കർത്താവ് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും അബ്രാഹം ചിന്തിച്ചിട്ടില്ല. എല്ലാം വിട്ട് ആ ഇറങ്ങിപ്പോരലിൽ കർത്താവ് പിന്നെ അനുഗ്രഹമായിട്ട് അബ്രാഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവൻ എല്ലാ കാര്യങ്ങളും അനുഗ്രഹീതനായി എന്ന് തിരുവചനം എടുത്തെടുത്ത് പറയുന്നുണ്ട്. അവൻ എവിടെ ചെന്നാലും അവിടെയെല്ലാം സമൃദ്ധി പ്രാപിക്കുന്ന ഒരുവനായി തീരുകയായിരുന്നു. എന്താ അതിൻ്റെ ബേസ്? കർത്താവ് പറഞ്ഞ കാര്യത്തെ അവൻ അനുസരിച്ചു. കർത്താവിൻ്റെ കൽപ്പനയെ അവൻ അനുസരിച്ചു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഷെക്കേന ചാനലിലായിരിക്കുമ്പോൾ ഒത്തിരി സഹോദരങ്ങളെ കാണുന്നുണ്ട്. കർത്താവിൻ്റെ വിളിയോട് യെസ് പറഞ്ഞ് ഫുൾ ടൈമർഷിപ്പ് എടുത്തും ഹാഫ് ടൈം ആയിട്ടും ഒക്കെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് അനേകർ ഇന്ന് ഷെക്കേനയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർ അവരുടെ സാധ്യതകളെല്ലാം ഉപേക്ഷിച്ചവരാണ്. ലോകത്തിന് മുൻപിൽ അവർ ബുദ്ധിഹീനരായിരുന്നു. എന്നാൽ കർത്താവ് അവരെ തൻ്റെ ആവശ്യത്തിനായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നത് അനുദിനം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, തങ്ങളുടെ കഴിവുകൾ, തങ്ങളുടെ സാധ്യതകൾ കർത്താവ് പറഞ്ഞതനുസരിച്ച് അവർ ഉപയോഗിച്ചപ്പോൾ വലിയ അനുഗ്രഹങ്ങളായിട്ട് അവർ മാറുകയായിരുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കൂട്ടുവേലക്കാരായിട്ട് അവർ മാറുകയായിരുന്നു. കർത്താവിൻ്റെ അനുഗ്രഹത്തിന് അർഹതയുള്ളവരായിട്ട് ആ ജീവിതങ്ങൾ മാറുകയായിരുന്നു. കർത്താവിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ശൂനേംകാരി സ്ത്രീ എടുത്ത് കാണിച്ച ആ ഒരു വിവേകം, ആ ഒരു ധൈര്യം അതുണ്ടെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ശൂനേംകാരി സ്ത്രീയിലൂടെ കർത്താവ് ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മോട് പറയുകയുണ്ടായി. അവൾ ജ്ഞാനത്താൽ നിറഞ്ഞ് തൻ്റെ ഭവനം പണിതുയർത്തിയ ഒരു അനുഗ്രഹമായി തീർന്ന ഒരു സ്ത്രീയായിരുന്നു. ജ്ഞാനമുള്ള സ്ത്രീയുടെ ജ്ഞാനം അവളുടെ ഭവനം പണിതുയർത്തുന്നു. നമുക്കറിയാം, നമ്മുടെ ശുശ്രൂഷയുടെ തീം വേഴ്സാണത്. ഈ ഒരു സ്ത്രീയിലൂടെ കർത്താവ് അത് തന്നെയല്ലേ നമുക്ക് കാണിച്ചു തന്നത്? ഈ ലോകത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് തീർത്തും ബുദ്ധിശൂന്യമായ ഒരു പ്രവൃത്തിയാണ് അവർ കാണിച്ചത്. തങ്ങൾക്കുണ്ടായിരുന്ന സാധ്യതകൾ, തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം അവർ ഉപേക്ഷിക്കാൻ തയ്യാറായി ഈ ഒരു ചാനലിലേക്ക് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്നപ്പോൾ പിന്നീട് അവർ കർത്താവിൻ്റെ വേലയിൽ കൂട്ടുവേലക്കാരായി മാറുകയായിരുന്നു. കർത്താവിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഉപയോഗയോഗ്യമായ പാത്രങ്ങളായിട്ട് അവർ ഓരോരുത്തരും മാറുകയായിരുന്നു. ഇന്ന് ഒരു അനുഗ്രഹങ്ങളായിട്ട് അങ്ങനെ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് മൂലം അനുഗ്രഹങ്ങളായി നിലകൊള്ളുന്ന അനേകർ ഈ ചാനലിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ അവരെ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. വളരെ റിസ്ക് എടുത്തൊരു കാര്യമാണത്. നമുക്കറിയാം, ശൂനേംകാരി സ്ത്രീ കർത്താവിൻ്റെ വാക്കനുസരിച്ച് തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് വേറൊരു ദേശത്തേക്ക് അവൾ പോകാൻ തയ്യാറാവുകയാണ്. അപ്പോഴാണ് അവൾ അനുഗ്രഹത്തിന് യോഗ്യയായി തീരുന്നത്. തൻ്റെ കുടുംബത്തിന് അവൾ വലിയ അനുഗ്രഹമായി തീരുന്നത്. അവളിലൂടെ ആ കുടുംബം കൂടുതൽ പ്രബലപ്പെടുകയായിരുന്നു.
കർത്താവിൻ്റെ വാക്ക് കേട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനായി നമ്മൾ വില കൊടുക്കുമ്പോൾ, കർത്താവിൻ്റെ അനുഗ്രഹത്തിന് നമ്മൾ വലിയ യോഗ്യത നേടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ശൂന്യംകാരി സ്ത്രീ പരിശുദ്ധ വചനം പറയുന്നത് പോലെ അവളുടെ ജ്ഞാനം അവളുടെ ഭവനത്തെ പണിതുയർത്തുകയായിരുന്നു. നമ്മുടെ ഈ ശുശ്രൂഷയുടെ തീം വേഴ്സ് നമുക്കറിയാം, സുഭാഷിതങ്ങൾ 14:1. സ്ത്രീയുടെ ജ്ഞാനം അവളുടെ ഭവനം പണിതുയർത്തുന്നു. ശൂന്യംകാരി സ്ത്രീയുടെ ജ്ഞാനം അവളുടെ ഭവനത്തെ പണിതുയർത്തുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ആരംഭത്തിൽ നമ്മൾ കണ്ടു, അവൾ ജ്ഞാനത്തിൽ നിറഞ്ഞ് വിവേകത്തോടെ ദൈവപുരുഷനെ തിരിച്ചറിയുകയാണ്. മറ്റു പ്രവാചകന്മാരെ പോലെ, വ്യാജ പ്രവാചകന്മാരെ പോലെ അല്ല ഈ ദൈവപുരുഷൻ കർത്താവിനാൽ നിയോഗിക്കപ്പെട്ടവനാണെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടുന്നതായ എല്ലാ സഹായങ്ങളും അവർ കുടുംബം ഒന്നിച്ച് ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ ജ്ഞാനത്തിൽ നിറഞ്ഞ് അവൾ ആ പ്രവൃത്തി ചെയ്യുകയാണ്. താൻ ആയിരുന്ന അവസ്ഥയിൽ അവൾ പൂർണ്ണമായിട്ടും തൃപ്തയായിരുന്നു. തനിക്ക് ഒത്തിരിയേറെ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആവശ്യങ്ങൾ ഒന്നും ചോദിച്ചു വാങ്ങാത്ത കർത്താവ് തന്നെ എങ്ങനെ കൊണ്ടുപോകുന്നു, അതിൽ പൂർണ്ണമായും തൃപ്തി അടഞ്ഞ ഒരു സ്ത്രീയെ കർത്താവ് നമുക്ക് കാണിച്ചു തന്നു. എന്നാൽ അതിനിടയിലൂടെ അവളുടെ ഉള്ളു പരിശോധിച്ചറിഞ്ഞ കർത്താവ് വലിയൊരു അനുഗ്രഹത്തെ കുടുംബത്തിന് കൊടുക്കുമ്പോൾ, ആ കുടുംബത്തിലേക്ക് കടന്നു വന്ന അനുഗ്രഹത്തെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ജ്ഞാനത്താൽ നിറഞ്ഞ ശൂന്യംകാരി സ്ത്രീയെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. തുടർന്ന് പ്രശ്നങ്ങൾ ഒന്നൊന്നായി ആ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ കണ്ടു, അവളുടെ മകൻ മരിക്കുന്നു. അപ്പോഴും കർത്താവിലേക്ക് മാത്രം നോക്കുന്ന, കർത്താവിൻ്റെ പുരുഷന്റെ കാൽക്കൽ വീണ് ഉറപ്പോടെ അവനെ പിടിച്ചു നിർത്തി തൻ്റെ ആ ഒരു ആവശ്യത്തിലേക്ക് അവളെ നയിക്കുന്ന ജ്ഞാനത്താൽ നിറഞ്ഞ ശൂന്യംകാരി സ്ത്രീയെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചപ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വീണ്ടും കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടിയെത്തുന്ന ജ്ഞാനത്താൽ നിറഞ്ഞ ശൂന്യംകാരി സ്ത്രീ. വീണ്ടും നമ്മൾ കാണുന്നു, പ്രവാചകൻ ആ ഒരു വിപത്തിനെ കുറിച്ച് വാർണിംഗ് കൊടുത്തപ്പോൾ അത് സത്യമാണെന്ന്, അതിൽ കാര്യമുണ്ടെന്ന് തൻ്റെ ജ്ഞാനത്തിൽ തിരിച്ചറിഞ്ഞ അവൾ അത് അനുസരിക്കാൻ തയ്യാറാവുകയായിരുന്നു. അനുസരിച്ച് തിരിച്ചു വരുമ്പോൾ വളരെയേറെ അനുഗ്രഹത്തിന് അവൾ പാത്രമായി തീരുകയാണ്. അവിടെയും കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ ഒട്ടും ലജ്ജിക്കാതെ രാജാവിൻ്റെ മുൻപിൽ കർത്താവ് ചെയ്ത പ്രവർത്തനങ്ങളെ വളരെ ധീരതയോടെ വിവരിക്കുന്ന ജ്ഞാനത്താൽ നിറഞ്ഞ ശൂന്യംകാരി സ്ത്രീയെ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. എൻ്റെ പ്രിയ സഹോദരിമാരെ, ജ്ഞാനത്താൽ നിറഞ്ഞ് നമ്മുടെ ഭവനങ്ങളെ പണിതുയർത്തുന്നവരായിട്ട് നമ്മൾ മാറണമെന്ന ശൂന്യംകാരി സ്ത്രീ നാം ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത്. സുഭാഷിത പുസ്തകം 14-ാം അധ്യായം 1-ാം തിരുവാക്യം, സ്ത്രീയുടെ ജ്ഞാനം അവളുടെ ഭവനം പണിതുയർത്തുന്നു, എന്നാൽ ഭോഷത്വം, ജ്ഞാനം പ്രാപിക്കാത്ത ഓരോ സ്ത്രീയും സ്വന്തം കൈകൊണ്ട് അത് ഇടിച്ചു നിരത്തുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. ചോയ്സ് നമ്മുടേതാണ് പ്രിയമുള്ളവരെ. ജ്ഞാനം പ്രാപിച്ച് നമ്മുടെ ഭവനങ്ങളെ പണിതുയർത്തണമോ, അതെയോ സ്വന്തം ഇഷ്ടത്താൽ സ്വാർത്ഥ മോഹങ്ങളാൽ നിറഞ്ഞ് നമ്മുടെ ഭവനങ്ങളെ ഇടിച്ചു നിരത്തുന്നവരായി നമ്മൾ മാറണമോ? കർത്താവിൽ നിന്ന് ജ്ഞാനത്തെ പ്രാപിച്ച് നമ്മുടെ ഭവനങ്ങളെ പണിതുയർത്തുന്നവരായി നമുക്ക് മാറാം. കർത്താവ് നൽകുന്ന ഈ ഓരോ ഗൈഡൻസിനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. നമുക്ക് മുൻപിൽ കർത്താവ് നൽകിയിരിക്കുന്ന ഒത്തിരിയേറെ സ്ത്രീകളുണ്ട്. അവർ ഓരോരുത്തരിലൂടെയും ഒത്തിരിയേറെ പാഠങ്ങൾ കർത്താവ് നമുക്ക് പകർന്നു തരുന്നുണ്ട്. ആ പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കർത്താവിന് ചേർന്ന മക്കളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ജ്ഞാനത്തിൽ കൂടുതൽ ഉയർച്ചകളിലേക്ക് എത്തുവാനുള്ള ആഗ്രഹത്തോടെ നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവ് നമ്മളെ നിരന്തരം നയിക്കുന്ന ആ വലിയ സ്നേഹത്തെ ഓർത്ത്, ഏത് കഷ്ടതയിലും മുന്നോട്ട് പോകാനുള്ള ശക്തി തരുന്ന കർത്താവിന്റെ കൃപയെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നാം ആയിരിക്കുന്നിടത്ത് നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുവാനായി നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനേ കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. പരിശുദ്ധനേ കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. പരിശുദ്ധനായവനെ, കരുണാമയവനായവനെ, സ്തുതികൾക്ക് യോഗ്യനായവനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ചേർത്തവനേ, മാറാത്ത സ്നേഹം പകർന്നവനേ, ഹല്ലേലൂയ. വാത്സല്യത്തോടെന്നെ ചേർത്തവനേ, മാറാത്ത സ്നേഹം പകർന്നവനേ. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, ഈശോയെ ആരാധന. വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, നന്ദി ഈശോയെ. വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ. പരിശുദ്ധനേ, കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. സ്തുതിക്കുന്നു ഈശോ. പരിശുദ്ധനേ, കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, ഹല്ലേലൂയ. വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഒന്ന് ചേർന്ന് ഏക മനസ്സോടെ കർത്താവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സകല സ്തുതികൾക്ക് യോഗ്യനായ ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ശൂന്യംകാരി സ്ത്രീയിലൂടെ കർത്താവ് നമുക്ക് പകർന്നു തന്ന പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഉൾക്കൊള്ളാം. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ഉന്നതി പ്രാപിച്ച് നമുക്ക് ഒരുമിച്ച് ഐക്യത്തോടെ വിശ്വാസ ജീവിതത്തിൽ, വിശ്വാസ യാത്രയിൽ മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.